ഒമാനിലെ ദോഫാർ ഗവർണറേറ്റിൽ ഉള്ള റസാത്ത് റോയൽ ഫാം ഇനി പൊതുജനങ്ങൾക്കും സന്ദർശിക്കാം. സലാലയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രത്തെ മാനദണ്ഡങ്ങൾ പാലിച്ച് സമഗ്ര വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് അധികൃതരുടെ ലക്ഷ്യം. സലാലയിൽ സ്ഥിതി ചെയ്യുന്ന റസാത്ത് റോയൽ ഫാമിന് ഏകദേശം 1085 ഏക്കർ വിസ്തൃതിയാണുള്ളത്. ഇതിൽ 900 ഏക്കറിലാണ് കൃഷി ചെയ്യുന്നത്. ടൂർ ഗൈഡുകളുടെ മാർഗനിർദ്ദേശപ്രകാരം സന്ദർശകർക്ക് വിവിധ സ്റ്റേഷനുകളിലൂടെ സഞ്ചരിച്ച് വിവിധ വിളകളെയും സസ്യങ്ങളെയും പരിചയപ്പെടാനുള്ള അവസരമാണ് ഇവിടെയുള്ളത്. ഫാമിലെ വൈവിധ്യമാർന്ന കാർഷികയിടങ്ങൾ, പുരാതന മരങ്ങൾ, വിവിധ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവ പരിവേഷണം ചെയ്യാൻ ഇനി സഞ്ചാരികൾക്ക് അവസരമൊരുങ്ങും. സലാലയുടെ കിഴക്കൻ ഭാഗത്തുള്ള സുൽത്താൻ ഖാബു സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന റസാത്ത് റോയൽ ഫാം കാർഷിക ഉൽപാദനവും പാരിസ്ഥിതികവും ചരിത്രപരവുമായ വൈവിധ്യവും സംയോജിപ്പിച്ച റോയൽ കോർട്ട് അഫയേഴ്സിന് കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണെന്ന പ്രത്യേകതയുണ്ട്. റസാത്ത് വാഴകൾ, വാഴ ജീൻ ബാങ്ക് തുടങ്ങിയുൾപ്പെടെ വൈവിധ്യമാർന്ന മരങ്ങൾ ഫാമിലുണ്ട്. തെങ്ങ്, പപ്പായ, മുന്തിരി, അത്തി, കസ്റ്റാർഡ്, ആപ്പിൾ, വിവിധ ഉഷ്ണമേഖലാ പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ ആവാസ കേന്ദ്രമാണിത്. മഞ്ഞൾ, ഇഞ്ചി, തുളസി തുടങ്ങിയ ഔഷധ സസ്യങ്ങളും ഇവിടെയുണ്ട്. വൈവിധ്യമാർന്ന വാഴ ജീനുകൾ സംരക്ഷിക്കുന്നതിനും സന്ദർശകർക്ക് വ്യത്യസ്ത ഇനങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുമായി വില്യം വാഴ, റസാത്ത് വാഴ, ക്ലിക്യൂട്ടോ വാഴ, ഡ്വാർഫ്, കാവൻഡിഷ് വാഴ, പ്രാദേശിക സലാല വാഴ എന്നിവയുൾപ്പെടെ 11 വാഴത്തൈകൾ ഉൾക്കൊള്ളുന്ന കാർഷിക സൈറ്റും ഇവിടുത്തെ പ്രത്യേകതയാണ്. 2023 സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് സന്ദർശിച്ച പ്രത്യേക വാഴപ്പഴം പഴുപ്പിക്കൽ യൂണിറ്റും റസാത്ത് റോയൽ ഫാമിൽ ഉൾപ്പെടുന്നുണ്ട്. 24 ഒമാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.